280 ഫീറ്റ്. 280 അല്ലേ? അത് 240 നമ്മൾ ഇട്ടിട്ടുള്ളൂ. ലൂസ് ഇത് ഈ ടൈ ഒന്ന് കട്ട് ചെയ്ത്, ആ ടൈ മാത്രം കട്ട് ചെയ്താൽ മതി. അഴിച്ചെടുത്തോ മൊയ്തുനെ? അത് അഴിച്ചോ, എന്നാലും അത് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മറ്റേ പമ്പിനേക്കാൾ ലാഭമാണ് ഇത്. ഈ യൂണിറ്റും കൊടുത്ത് നിസ്സാര പൈസ കൊടുത്താൽ അവർ വേറെ പുതിയത് തരും. വേറെ റിപ്പയറിങ് പരിപാടിയൊന്നും നടക്കില്ല. അതേസമയം മറ്റേ മോട്ടറൊക്കെ ആണെങ്കിൽ അവർ പറയുക അത് നിങ്ങളെവിടെയെങ്കിലും വേറെ ജയിച്ചോന്ന് പറയും. ഒരു 6000 രൂപയ്ക്ക് സുഖം കിട്ടും. ഇത് എൻ്റെ ഓർമ്മ, ഇത് കേരളത്തിൽ ഫസ്റ്റ് ഇറക്കിയത് ഞാനാണ്. എൻ്റെ ഓർമ്മയിൽ ഇത് കത്തിപ്പോയതായിട്ട് വന്നിട്ടില്ല. മണൽ കയറാറുണ്ട്. അവിടെ ഒരു വില്ലുണ്ട് പെരുമ്പാവൂർ തന്നെ, കടയുടെ തൊട്ടടുത്താണ്. അവിടെ ഡെയിലി ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറക്കിയ മാസം തന്നെ 5 പ്രാവശ്യം ഞങ്ങൾ പൊക്കി. 5 പ്രാവശ്യം പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടയാൻ്റെ ഊപ്പാടകളകും കാശ് തന്നെയല്ലോ. ഈ മണൽ കയറി എന്നും പറഞ്ഞ് അവർക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചില സ്ട്രീമിൽ മണൽ കൂടുതലായിരിക്കും. എന്നിട്ട് വെള്ളം വലിക്കണേ ഇതിൽ ഈ ഇതിലേക്കിടെയാണല്ലേ. അവിടെ മണലൊന്നും കാണാനില്ലല്ലോ. പോകണം. എങ്ങനെയാ ഗ്യാസ് ഫോം ചെയ്യണം? എങ്ങനെയാ അതിൻ്റെ ഉള്ളിൽ പോയി ആ മതി 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 മതി. അടച്ചോ 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 അടച്ചോ, അങ്ങനെ തന്നെ വെച്ചോ, അടച്ചോ. പൊക്കിയെടുത്തോ പൊക്കിയെടുത്തോ, പതുക്കെ പിടിച്ചു. ഓ വയറ പിടിക്കില്ല, വയറ പിടിക്കില്ല. പതുക്കെ പ്ലെയറിനെ വിളിച്ച് കളിക്കല്ലേ. ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട.